സംസ്ഥാനത്ത് മുൻഗണനാ വിഭാഗത്തിലുള്ള മഞ്ഞ, പിങ്ക് റേഷൻ കാർഡുകളിൽ മസ്റ്ററിംഗ് നടത്താത്ത 11,56,693 പേരുടെ റേഷൻ മരവിപ്പിച്ചു. ഇടുക്കിയിൽ മാത്രം 20,000-ലധികം ആളുകളുടെ റേഷനാണ് മരവിപ്പിച്ചത്. ഈ മാർച്ച് 31-നുള്ളിൽ മസ്റ്ററിംഗ് നടത്തിയില്ല എങ്കിൽ റേഷൻ പൂർണ്ണമായും റദ്ദാക്കുമെന്നാണ് കേന്ദ്ര സർക്കാർ നൽകിയിട്ടുള്ള മുന്നറിയിപ്പ്. നിരവധി അവസരങ്ങൾ ഭക്ഷ്യവകുപ്പ് നൽകിയെങ്കിലും ഇതിലൊന്നും സഹകരിക്കാതെ മാറി നിന്നവരെയാണ് കേരളത്തിലെ സ്ഥിരതാമസക്കാരല്ലെന്ന് ചൂണ്ടിക്കാട്ടി സർക്കാർ ഒഴിവാക്കുന്നത്. ഇവരുടെ പേര് റേഷൻ കാർഡിൽ ഉണ്ടാകുമെങ്കിലും മാർച്ച് 31-ന് ശേഷം ഇവരുടെ ഭക്ഷ്യവിഹിതം പൂർണ്ണമായും റദ്ദു ചെയ്യുമെന്ന് കേന്ദ്ര സർക്കാർ സംസ്ഥാന സർക്കാരിനെ അറിയിച്ചിട്ടുണ്ട്. നമുക്കറിയാം, നിലവിലെ സംസ്ഥാനത്ത് മഞ്ഞ, പിങ്ക് കാർഡ് ഉടമകളുടെ മസ്റ്ററിംഗ് നടത്താത്ത ആളുകൾ മസ്റ്ററിംഗ് നടത്താൻ അവസരമുണ്ടായിരുന്നു. ഡിസംബർ 31 വരെ റേഷൻ കടകളിലൂടെ ചെയ്യാമായിരുന്നു ഈ പോസ്റ്റ് മുഖാന്തരം. അന്ന് ചെയ്യാത്തവരുടെയൊക്കെ പേരുകൾ ഇന്ന് ആ കാർഡുകളിൽ നിന്നൊക്കെ കുറവ് ചെയ്ത് പോയിട്ടുണ്ട്. പലർക്കും റേഷൻ കടയിൽ വരുമ്പോഴായിരിക്കും അവരുടെ പേര് അല്ലെങ്കിൽ ആ കാർഡിൽ ഉൾപ്പെട്ടിട്ടുള്ള പലരുടെയും പേരുകളില്ല എന്നൊരു സ്ഥിതിയിലേക്ക് വരുന്നത്. അപ്പോൾ അവർക്ക് റേഷൻ നഷ്ടപ്പെടും. അങ്ങനെയുള്ളവർ ഈ മാർച്ച് 31-ന് മുമ്പ് ബഹുമാനപ്പെട്ട സപ്ലൈ ഓഫീസർ മുഖാന്തരം അത് നടത്താനുള്ള സൗകര്യങ്ങൾ ഇപ്പോൾ അതാത് സപ്ലൈ ഓഫീസുകളിലുണ്ട്. അങ്ങനെയുള്ളവർ ഈ മാർച്ച് 31-ന് മുമ്പ് സപ്ലൈ ഓഫീസുകളുമായി ബന്ധപ്പെട്ട് അത് നടത്തണം. അതിനുശേഷം റേഷൻ കടയും ബന്ധപ്പെട്ട് ചെയ്യാവുന്ന അവസരം ഉണ്ടാകും എന്നാണ് ഇപ്പം നിലവിൽ അറിയുന്നത്. ഈ അവസരം എല്ലാ കാർഡ് ഉടമകളും അവസരം വിനിയോഗിക്കുന്നത് റേഷൻ സ്ഥിരമായി നഷ്ടപ്പെടാതെ ഇരിക്കുന്നതിനുള്ള ഒരു സാഹചര്യം ഉണ്ടാകും എന്ന് ആണ് ഇപ്പം എനിക്ക് ഇക്കാര്യത്തിൽ പറയാനുള്ളത്. നിലവിൽ മസ്റ്ററിംഗ് നടത്താത്തവരുണ്ടെങ്കിൽ അടിയന്തരമായി മസ്റ്ററിംഗ് പൂർത്തിയാക്കണമെന്ന് ഭക്ഷ്യവകുപ്പും അറിയിച്ചിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, ഉടുമ്പൻചോല.